ശ്രീകുമാർ, ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്ന വാദങ്ങൾ കോടതി എന്താണ് പരിഗണിക്കുക അതൊന്നും അറിയില്ല. മുൻകൂർ ജാമ്യം കിട്ടുന്നു, മുൻകൂർ ജാമ്യം കിട്ടി പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ കേസിൽ നിന്ന് പുറത്തേക്ക് എത്താനും അതുവഴി പിന്നീട് പാർട്ടിയിലേക്ക് വരാനുള്ള സാഹചര്യം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കും. അതിന് പാർട്ടിയിൽ ഒരാളുടെയും പിന്തുണ ഉണ്ടാകില്ല എന്ന് ഈ ഘട്ടത്തിൽ അങ്ങേക്ക് പറയാൻ പറ്റുമോ? നോക്കൂ ശ്രീമതി സ്മൃതി, നിങ്ങളൊരു ഇതിലത്തെ ഒരു രാഷ്ട്രീയം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കൂ. അതായത് കോൺഗ്രസിൻ്റെ പഴയകാലത്തെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള പുറത്താക്കൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ തെരുവിൽ എന്തായിരിക്കാമായിരുന്നു അവസ്ഥ, നമ്മുടെ പത്രങ്ങളിൽ എന്തായിരിക്കുമായിരുന്നു പ്രസ്താവനകളുടെ യുദ്ധം, ചാനലുകളിൽ എന്തായിരിക്കുമായിരുന്നു അഭിപ്രായങ്ങളുടെ വിപുലീകരണങ്ങൾ. പക്ഷെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇത് എല്ലാ പാർട്ടിക്കാരും അംഗീകരിച്ചില്ലേ? അത് 10 വർഷം പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് സ്വയം ആർജിച്ചെടുത്തൊരു കേഡർ സ്വഭാവമാണ് കോൺഗ്രസ്സിൽ. അത് മനസ്സിലാക്കണം. അത് നല്ല രാഷ്ട്രീയമാണത്. ഒരാൾ തെരുവിലിറങ്ങിയില്ല. എത്രയോ നിങ്ങളീ പറയുന്ന പോലെ ഒരുപാട് ആരാധകരുണ്ട്, സംരക്ഷകരുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരാളെങ്കിലും തെരുവിൽ ഇത് ഈ KPCC നിലപാടിനെ പ്രതികരിച്ചോ? ഇല്ലല്ലോ. അതിന് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു നിലപാടുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. ഇപ്പോൾ കോൺഗ്രസ് ആദ്യമായിട്ടാണ് KPCC ചരിത്രത്തിൽ ആദ്യമാണ് ഇങ്ങനത്തെ ഒരു അശ്ലീല കേസിൽ കൈകാര്യം ചെയ്ത് MLA ആയ നേതാവിനെ പുറത്താക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാളെ കേട്ടോ, അതും ആലോചിക്കണം. പുറത്താക്കുന്നത് അപ്പുറത്ത് അങ്ങോട്ട് സംഭവം ഇല്ല CPM. അതുകൊണ്ട് അവർക്ക് പല നിലപാട്. ഇതിപ്പോൾ ഗോവിന്ദ മാഷോട് ഇന്നലെ ചോദിച്ചു, ഈ ശബരിമലയത്തെ നമ്മുടെ പത്മകുമാറിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാണെന്നാണ് ചോദിച്ചത്. ഇത് കോൺഗ്രസ്സിലെ ആരെങ്കിലുമാണ് ചോദിച്ചതെങ്കിൽ ചാനലുകൾ വെറുതെ ഇരിക്കുമോ? പക്ഷേ ഗോവിന്ദ മാഷ് അത് പറഞ്ഞതൊരു പരിഹാസത്തോടുകൂടിയാണ്. എന്നാൽ ഇപ്പോൾ അത് പറഞ്ഞു, നിലപാടില്ലാത്തതുകൊണ്ടാണത്. കോൺഗ്രസിനൊരു നിലപാട് ഇപ്പോൾ വന്നു. ഈ നിലപാട് നാളെ ഏതെങ്കിലും കേസ് ഒരു പാർട്ടിയിൽ ഒരുപാട് ആളുകളുണ്ട്, എന്ത് സംഭവിക്കാം. അപ്പോൾ ഇത് അവസാനത്തെ കേസാവണമെന്നൊന്നുമില്ല. നാളെ ചിലപ്പോൾ വന്നെന്നിരിക്കാം. അപ്പോഴും കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരിക്കും ചോദ്യം വരും. അതാണ് പറയുന്നത്. നിലപാടില്ലായ്മയാണ് CPM ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുന്നത്. കേരളത്തിലെ കേഡർ സ്വഭാവം എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് ശരിക്കും അങ്ങനെ കരുതി തന്നെ പറയുന്നതാണോ? കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന് ശേഷം മുതിർന്ന നേതാക്കളെ വരെ ആക്രമിക്കുന്ന സൈബർ കൂട്ടങ്ങളെ നമ്മൾ കണ്ടതാണ്, അല്ലേ? ആ സൈബർ കൂട്ടത്തിന് കോൺഗ്രസിന് മുഖമുണ്ടാകാം, മുഖമില്ലാതിരിക്കാം. പക്ഷേ അതിനെ നിയന്ത്രിക്കുന്ന സംവിധാനം കോൺഗ്രസിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അവരവിടെ ഇങ്ങനെ ശക്തരായി എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന സംവിധാനമായി വളർന്നിരുന്നു. അതിന്റെ കടക്കിലാണ് ഇപ്പോൾ കത്തിവെച്ചിരിക്കുന്നത്. പക്ഷെ വീണ്ടും അത് മുളയ്ക്കില്ല എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അതായത് രാഷ്ട്രീയത്തിൽ ഇന്നത്തെ രാഷ്ട്രീയം അല്ലല്ലോ നാളത്തെ രാഷ്ട്രീയം. ഇന്നലെ വരെ ഒരു പാർട്ടിയിലുണ്ടായിരുന്ന മുന്നണിയിലുണ്ടായിരുന്ന ഘടകകക്ഷി നാളെ വേറൊരു പാർട്ടിയിലല്ലേ? അതും അഴിമതിക്കെതിരെ പുറത്താക്കിയ ആളുകളെ വീണ്ടും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നില്ല. ഈ CPM ഗവൺമെൻറ് തന്നെ ഉണ്ടല്ലോ. അത് ഞാൻ വിപുലീകരിച്ച് പോകുന്നില്ല. സ്മൃതി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞ കേഡർ സ്വഭാവം പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു. 10 വർഷം പ്രതിപക്ഷത്തിരുന്നതിൽ സ്വയം ആർജിച്ച കേഡർ സ്വഭാവം എന്ന് പറഞ്ഞു. അതായത് ഇനി ഇങ്ങനെ ബഹളം വെച്ച ഭരണം പോകും. അതുകൊണ്ട് ഇപ്പോൾ പാർട്ടി എടുക്കുന്ന എല്ലാ നടപടികളും ഐകകണ്ഠേനായി ഒരു ഒരാളെങ്കിലും തെരുവിൽ ഇറങ്ങി പ്രതിഷേധിക്കണ്ടേ? ഇല്ലല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസ്ബുക്കിൽ കാണുന്ന രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും കാണും. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, യൂത്ത് കോൺഗ്രസ് കുറച്ചു കാലമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നേടിയിട്ടുള്ള ഒരു വലിയൊരു മേധാവിത്വമുണ്ട് യൂത്ത് കോൺഗ്രസും. അതുപോലെ യൂത്ത് ലീഗും ഉണ്ട് കേട്ടോ, UDFിലെ ഘടകകക്ഷികൾ. ആ ഒരു മേധാവിത്വം CPM വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. അതിൽ മുന്നിൽ നിന്ന ഒരുപാട് നേതാക്കളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സമയത്ത് അദ്ദേഹം സ്വയം കൃതനാർത്ഥം സ്വയം കുഴിച്ച കുടിച്ചാടി അദ്ദേഹം ആ ഉയർന്നു വന്ന അതേപോലെ അസ്തമിച്ചു പോയതിനെ നമ്മൾ ആരും പരിഭവിച്ചിട്ട് കാര്യമില്ല, സ്വയം വരുത്തി വെച്ചതാണ്. പക്ഷേ ആ യൂത്ത് കോൺഗ്രസ് അങ്ങനെ ഒരു മേധാവിത്വം ഉണ്ടാക്കിയത് DYFIക്കാരെ തെല്ലൊന്നും അല്ല, അവരെ മറ്റേ എന്താ പറയുക രോഷം കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമാണല്ലോ ഷാഫി പറമ്പിനെതിരെ നീങ്ങിയത്. കാരണം ഷാഫി പറമ്പ് തോൽപ്പിച്ചത് ശൈലജ ടീച്ചറിലെ ലക്ഷക്കണക്കിന് വോട്ടുകളിലല്ലേ? ഇവരൊക്കെ ജയിക്കുന്ന വലിയ ഭൂരിപക്ഷത്തിനല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ പടക്കം പൊട്ടിച്ചത് ഞാൻ പറയാൻ കാരണം മുൻകൂർ ജാമ്യം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, അതായത് മുൻകൂർ ജാമ്യമൊക്കെ ആണെങ്കിൽ തന്നെയും ഒരു ഭയത്തിൽ നിന്നുള്ള മുക്തി, ഒരു ആശ്വാസമൊക്കെ ഉണ്ട് CPMന്. പക്ഷെ അത് വെറുതെ വിചാരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് എന്ന് വെച്ചാൽ ഒരാൾ പോയാൽ 10 ആൾ ഇപ്പുറത്ത് വരും. അതവർ മനസ്സിലാക്കുന്ന അവർക്ക് നല്ലതാണ്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.